ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇന്നേ വരെ ഈ ഒരു രീതിക്ക് മുട്ടക്കറി തയ്യാറാക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓയിൽ വേണ്ടിക്കില്ല അങ്ങനെ എടുക്കുക, സൺഫ്ലവർ ഓയിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരൽപ്പം ഉപ്പ് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ചൊന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 കൂടി ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേ ഉള്ളൂ. കാരണം ഒരുപാട് ചേർക്കണ്ട, നമ്മൾ ചിക്കനും ബീഫും അങ്ങനെയൊന്നും അല്ലല്ലോ, മുട്ടയില്ലേ. അപ്പോൾ ഓവർ ആയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോകും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറൊക്കെ മാറ്റം വരുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാണ് ഈ ഒരു സമയത്ത്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ തക്കാളി വെന്ത് വരുന്ന സമയം നമുക്കിതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ ഞാനൊരു 5-10 അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊട്ടും തരികളില്ലാതെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ച് ഉടച്ചു കൊടുത്താൽ മതി. അടുത്ത നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ഗ്രേവിയും കറിയൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറിയൊരു രീതിക്കാണ് ചെയ്യുന്നുള്ളൂ, 4 മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത്രയ്ക്കേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. 2ാം പാലും 1ാം പാലും കൂടി മിക്സ് ആയിട്ടുള്ളത് എടുത്താൽ മതി. പിന്നെ ഓവർ വെള്ളം പോലെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കറി അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയുടെ പകുതി മുറി തേങ്ങ എടുത്തിട്ട് അത് ചിരകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോവും. ഇനി ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നടുവേ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങളങ്ങനെ വര ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ വലിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള വലിയ ജീരകം ഫസ്റ്റ് ടൈം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി, അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊന്നും ഉടഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊട്ടും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി നമ്മൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ആ ഒരു സമയം ബബിൾസ് വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ഒരുപാട് സമയം തിളക്കാൻ പാടില്ല, കറിക്ക് ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവുകയും ചെയ്യും, പാല് പിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ.
അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് നടുവേ കാണുമ്പോൾ മനസ്സിലാവും ചെറിയ രീതിയിൽ തിളക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബബിൾസ് വരുന്ന പോലെ ഉണ്ടല്ലോ. കറിയുടെ മിഡിൽ ഭാഗം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാനും പറ്റും. കാരണം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ ഈ ഒരു കറി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്